So, my dear friends, my dear students, now we are going to discuss contemporary Indian education question paper of Kannur University first semester examination of 2019, the last year's question paper. So there are 10 2-mark questions. First question is, what are maktabs? What are maktabs? See, this is a very simple question, but you don't elaborate the answer. If you elaborate the answer, sometimes you will not be getting time for other answers. So what are maktabs? Maktabs were the primary educational institutions during the medieval period or Islamic period in India. Students were given the education for reading, writing, and simple mathematics in maktabs. So 2 marks, you have got 2 marks. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 2 മാർക്കിന് ഇപ്പൊ ഡെഫിനിഷൻ ആണ് ചോദിച്ചെങ്കിൽ ഡെഫിനിഷൻ മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾക്ക് എന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല, മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. ആ ഒരു സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ ഒരു സെന്റൻസ് കൂടുതൽ ചേർക്കാം, 1-2 ലൈൻ കൂടുതൽ ചേർക്കാം. അതിനപ്പുറത്തേക്ക് പോകരുത്. പിന്നെ മക്തബില് ഖുർആൻ റെസിറ്റേഷൻ ആണ് പഠിപ്പിച്ചിരുന്നത്, മക്തബില് പിന്നെ ഇത് പഠിപ്പിച്ചിരുന്നു, അത് പഠിപ്പിച്ചിരുന്നു. മക്തബി എന്ന് പറയുന്നത് പള്ളിയോട് ചേർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പാരഗ്രാഫിൽ എഴുതാം. 2 മാർക്കിൽ അത് ആവശ്യമില്ല. 2 മാർക്കിൽ നിങ്ങൾക്ക് ഒരു പേജിൽ 5 2 മാർക്കിന്റെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അവിടെ നിങ്ങൾ ഒരു പേജ് ഒറ്റൊരു 2 മാർക്കിന്റെ ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കേ കിട്ടൂ. അപ്പൊ പാരഗ്രാഫിനും എസ്സേക്കും കിട്ടേണ്ട മാർക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നശിപ്പിക്കുകയാണ്. സോ സെൽഫ് കൺട്രോൾ ഷുഡ് ബി there. So maktabs were the primary educational institutions during medieval period or Islamic period. Students were given education for learning, reading, writing, and arithmetic there. ഇസ്ലാമിക കാലഘട്ടത്തിൽ അഥവാ ഇന്ത്യയിലെ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു മക്തബുകൾ. മക്തബുകളിൽ പള്ളിക്കൂടങ്ങൾ അർത്ഥം തന്നെയാണ്. മക്തബുകളിൽ എഴുത്തും വായനയും ലളിതമായ ഗണിതവുമായിരുന്നു പഠിപ്പിച്ചിരുന്നത്. 2 മാർക്കിനുള്ള ഉത്തരം അവിടെയായി. പിന്നെ അത് പള്ളിയോട് ചേർന്നിട്ടുള്ളതാണ്, അമ്പലത്തിനോട് ചേർന്നിട്ടുള്ളത്, അതൊന്നും അവിടെ എഴുതേണ്ട ആവശ്യമില്ല. പാരഗ്രാഫിൽ എഴുതിയാൽ മതി. പാരഗ്രാഫിൽ വന്നാൽ പാരഗ്രാഫ് ചോദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ മാത്രം. What do you understand by midday meal program? മധ്യാഹ്ന ഭക്ഷണ പദ്ധതിയെ കുറിച്ച്, പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അപ്പോ മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് 1925 ആരംഭിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് മിഡ് ഡേ മീൽ പ്രോഗ്രാം ഈസ് എ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ by different governments to ensure that all the children are getting nutritious food so that to make them remain in school classrooms. Yes, midday meal program is a program introduced or implemented by different governments in India to ensure that all the children are getting nutritious food so that to make them remain at schools. വേണമെങ്കിൽ ഒരു സെന്റൻസ് ചേർക്കാം. The program was introduced because it was seen that most of the children were dropped from schools just because they were not getting nutritious food. മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ കുട്ടികൾക്കും പോഷക സമ്പുഷ്ടമായ ആഹാരം ഉറപ്പുവരുത്തുന്നതിലൂടെ അവർ സ്കൂളുകളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് അവരെ സ്കൂളിൽ തന്നെ നിലനിർത്താൻ വേണ്ടി വ്യത്യസ്ത ഗവൺമെന്റുകൾ
നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മധ്യാഹ്ന ഭക്ഷണ പദ്ധതി, ഉച്ചഭക്ഷണ പദ്ധതി. അത്രയും ആയാൽ തന്നെ 2 മാർക്ക് കിട്ടണം. ഇനി നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി പോഷക സമ്പുഷ്ടമായ ആഹാരം ലഭിക്കാത്തത് കൊണ്ട്, പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഇത്തരം ഒരു പദ്ധതി ഗവൺമെന്റ് നടപ്പിൽ വരുത്തിയത്, അല്ലെങ്കിൽ ഗവൺമെന്റുകൾ നടപ്പിൽ വരുത്തിയത്. അപ്പോൾ നിങ്ങൾ അതിന്റെ ലോജിക്കിലേക്ക് നോക്കണം. അത് പിന്നെ വിശദമായിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. 2 തരത്തിൽ എഴുതാൻ നിങ്ങൾ പഠിക്കണം. ഒന്ന്, കുറെ പറയേണ്ട സാധനം ഒറ്റ സെന്റൻസിലേക്ക് ഒതുക്കാൻ പഠിക്കണം. പാരഗ്രാഫിൽ എത്തുമ്പോൾ ഈ ഒറ്റ സെന്റൻസ് എന്ത് ചെയ്യണം? കുറെ സെന്റൻസ് ആക്കി മാറ്റണം. അതൊരു ടെക്നിക്കാണ്. സോ ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ദ ഐഡിയ. ഇതാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. The third question, what is the role of teacher in Vedic system of education? എന്താണ് വേദകാലത്തെ അധ്യാപകന്റെ ദൗത്യം? എന്തായിരുന്നു? അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അത് പിന്നെ നമ്മൾ റോൾ ഓഫ് ടീച്ചർ എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ നമുക്ക് വളരെ വിശാലമായിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് നോക്കിയാൽ മതി, അല്ലെ? ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ഇപ്പൊ എല്ലാം ടീച്ചറായിരുന്നു. ടീച്ചറൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സകലകലാ വല്ലഭനായിരിക്കണം എന്നതാണ്. So the role of teacher, Vedic education system was a teacher-centered educational system where the role of the teacher was to provide all the types of knowledge to the students and to be a role model for them for their character development. അത് നിങ്ങൾ ഇത് മൊത്തം പഠിച്ചതിൽ നിന്നും നിങ്ങളത് വായിച്ചെടുക്കണം. അവിടെയാണ് നിങ്ങളുടെ കഴിവ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ ടീച്ചറായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട റോള്, ടീച്ചർ ഭയങ്കര അവരെ ഉപദേശിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം, എന്തിനാണ് അവർ ഉപദേശിക്കുന്നത്, എന്തിനാണ് ടീച്ചർക്ക് റോൾ കൊടുക്കുന്നത്. അപ്പൊ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അവിടെ, അല്ലെ? അതുപോലെ തന്നെ പിന്നെ നോളജ് അറ്റൈൻമെന്റുമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുന്ന രീതിയിൽ ഒരു സകലകലാവല്ലഭനായിരിക്കണം ടീച്ചർ എന്ന രീതിയിലാണ് ഉത്തരം കൊണ്ടുപോകുന്നത്. അപ്പൊ അത് ഒരു സെന്റൻസിലേക്ക്, അങ്ങനെ 2 സെന്റൻസിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇപ്പൊ വേദകാല വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപക കേന്ദ്രീകൃതമായിരുന്ന ഒരു സിസ്റ്റമായിരുന്നു നിലനിന്നിരുന്നത്. കുട്ടികൾക്ക് എല്ലാ മേഖലകളെ കുറിച്ചുമുള്ള സമഗ്രമായ വിജ്ഞാനം പകർന്നു നൽകുകയും ജീവിതത്തിൽ നല്ല സ്വഭാവ സവിശേഷതകൾ കാത്തു സൂക്ഷിക്കുന്നവരായി മാറാൻ അവരെ സഹായിക്കുകയും ചെയ്യുക എന്നതായിരുന്നു വേദകാലത്തെ ഗുരുനാഥന്റെ അധ്യാപകന്റെ ദൗത്യം. അവിടെയാണ് ഞാൻ നമ്മൾ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കുറെ സെന്റൻസിൽ പറയുന്ന സാധനം ഒറ്റ സെന്റൻസിലേക്ക് കൊണ്ടുവരാൻ പഠിക്കും. ഉദാഹരണത്തിന് വേദകാലത്ത് ഗുരുനാഥനായിരുന്നു പ്രാധാന്യം, കുട്ടികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഗുരുനാഥൻ പറയുന്നതൊക്കെ കേൾക്കലായിരുന്നു കുട്ടികളുടെ ദൗത്യം. ഗുരുനാഥൻ എല്ലാ സ്വഭാവങ്ങളുടെയും ഒരു കേന്ദ്രമായിരിക്കണം. ആ സ്വഭാവങ്ങളൊക്കെ കണ്ടിട്ട് അത് അനുകരിച്ചുകൊണ്ട് കുട്ടികളും നല്ല സ്വഭാവം നേടിയെടുക്കണം. വേദകാലം എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് വിജ്ഞാനം നേടലിനായിരുന്നു. ആ വിജ്ഞാനം പരമാവധി അവർക്ക് പകർന്നു കൊടുക്കലായിരുന്നു ഗുരുവിന്റെ ദൗത്യം. പാരഗ്രാഫിൽ അങ്ങനെയൊക്കെ എഴുതാം. പക്ഷെ ഇതൊക്കെ ചേരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 2 മാർക്കിന് ഉത്തരം എഴുതേണ്ടത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് എന്താണ്? പരമാവധി വിജ്ഞാനം പകർന്നു നൽകുകയും ജീവിതത്തിൽ നല്ല സ്വഭാവ സവിശേഷതകൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവരായി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുക എന്നതായിരുന്നു വേദകാലത്തെ ഗുരുനാഥന്റെ ദൗത്യം. അതുകൊണ്ട് തന്നെ വേദകാലത്തെ വിദ്യാഭ്യാസം ഒരു അധ്യാപക കേന്ദ്രീകൃത വിദ്യാഭ്യാസമായിരുന്നു. വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് എന്ത് കിട്ടി? 2 മാർക്കുകൾ ലഭിച്ചു. വാട്ട് ഈസ് മെന്റ് ബൈ ഡിസ്ക്രിമിനേഷൻ? എന്താണ് വിവേചനം? ഇവിടെ ഭയങ്കര പ്രശ്നം. നമ്മൾ ഈ വാക്കുകളുടെ ഒരു അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. അവിടെ പിന്നെ മാർജിനലൈസേഷന്റെ ഡെഫിനിഷൻ അല്ല പറയേണ്ടത്. പക്ഷെ മാർജിനലൈസേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓരോ വാക്കിനും അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്. വിവേചനം എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാർ ഉണ്ടാകുമ്പോൾ വിവേചനം ഒരാൾ മാത്രം വിവേചനം സംഭവിക്കുന്നില്ല.
നമ്മളെ സമൂഹത്തിന്റെ പാർശ്വത്തിലേക്ക് കുറെ ആൾക്കാരെ മാറ്റി നിർത്തുന്നു. എല്ലാവരെയും മാറ്റി നിർത്തുകയാണെങ്കിൽ അവിടെ വിവേചനമില്ല. അപ്പോ എന്താണ് മാർജിനലൈസേഷൻ എന്ന് ചോദിച്ചാലാണ് നമ്മൾ എന്ത് പറയേണ്ടത്? മാർജിനലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സം പീപ്പിൾ അവേ ഫ്രം ദ മെയിൻ സ്ട്രീം. അവിടെയാണത് നമ്മൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുക. ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥം. പക്ഷെ നമ്മൾ ഈ ഏത് ടേം കേട്ട് കഴിഞ്ഞാലും ചിലരെ നമ്മൾ അധസ്ഥിത വിഭാഗക്കാരായി മാറ്റുന്നതാണ് എന്ന രീതിയിൽ എല്ലാം ഡെഫിനിഷനും പറയല്ലോ. അത് വാക്ക് കേൾക്കണം. ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ വിവേചനം നടക്കണമെങ്കിൽ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാകണം. ആ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വിവേചനം എന്ന കാര്യം നടക്കുന്നത്. അപ്പൊ വിവേചനം എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് മെന്റ് ബൈ ഡിസ്ക്രിമിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ discrimination is treating two different categories of people in different manner. That is to provide some people some privileges and not to provide such privileges to another group just because they belong to that particular group. വിവേചനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ രണ്ട് വിഭാഗം ആളുകളോട് രണ്ട് തരത്തിൽ പെരുമാറലാണ്. അതായത് ഒരു വിഭാഗം ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന മറ്റേ വിഭാഗം ആളുകൾക്ക് അവർ ആ വിഭാഗത്തിൽ പെട്ടു എന്ന കാരണം കൊണ്ട് കൊടുക്കാതിരിക്കുക. ഇതാണ് വിവേചനം. അപ്പൊ അത്രമാത്രം നമ്മൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. സോ ഡിസ്ക്രിമിനേഷൻ ഈസ് ബിഹേവിംഗ് ടു two different groups of people in different manner. By providing a particular group all the privileges and by denying those privileges to the other group just because they belong to that particular group. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന രണ്ട് വിഭാഗം ജനങ്ങളോട് വ്യത്യസ്ത രീതിയിൽ പെരുമാറുന്നതിനെ വിവേചനം എന്ന് പറയുന്നു. അതായത് ഒരു വിഭാഗം ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന മറ്റേ വിഭാഗം ആളുകൾ അവർക്ക് യോഗ്യത ഉണ്ടായിട്ടും അവർ ആ വിഭാഗത്തിൽപ്പെട്ടത് കൊണ്ട് മാത്രം കൊടുക്കണം. യെസ്, ഗോട്ട് ഐഡിയ? 2 മാർക്ക് കിട്ടി. എക്സ്പാൻഡ് യുനെസ്കോ ആൻഡ് യൂണിസെഫ്. യുനെസ്കോ നിങ്ങൾക്കറിയാം, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യൂണിസെഫ്, യൂണിസെഫിന് ഒരു പ്രത്യേകത, അതിന്റെ ആദ്യത്തെ പേര് യുണൈറ്റഡ് നാഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നായിരുന്നു. യൂണിസെഫ്, യുണൈറ്റഡ് നാഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. പിന്നീട് അവർ അതിന്റെ പേര്, അതിന്റെ ഫുൾ ഫോം മാറ്റി യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്ന് മാത്രമാക്കി മാറ്റി. യുണൈറ്റഡ് നാഷൻസ് പിന്നീട് അവരതിനെ യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്ന് മാത്രമാക്കി മാറ്റി. പക്ഷെ യൂണിസെഫ് എന്ന ആ അക്രോണിം, അതിന്റെ ചുരുക്ക പേര് ഇപ്പോഴും എന്തെന്നാണ്? യൂണിസെഫ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ യുണൈറ്റഡ് നാഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്ന് എഴുതിയാലും യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് അതിന്റെ മാർക്ക് ലഭിക്കും. യെസ്, ഗോട്ട്? സോ യുനെസ്കോ, യുണൈറ്റഡ് നാഷൻസ് സയന്റിഫിക് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതൊക്കെ പിന്നെ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. നിങ്ങൾ കുറെയൊക്കെ പ്രധാനപ്പെട്ട അക്രോണിം ഒക്കെ എന്ത് ചെയ്യാം, നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഏതും ചോദിക്കാം. അവിടെ നമ്മൾ ഊഹിച്ചിട്ട് ഇതിന്റെ മാർക്കില്ല, അവിടെ സ്വന്തം വാക്ക് ഇതിൽ നടക്കില്ല. യുണൈറ്റഡ് നാഷൻസ് നമ്മൾ ചിലപ്പോൾ യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സോഷ്യൽ എന്നൊക്കെ ചിലപ്പോൾ എഴുതും. അപ്പൊ അതങ്ങനെയല്ല, അത് നമ്മളത് അവിടെ നോക്കിയിട്ട് കാണാതെ പഠിക്കാം. Got it? Then what is alternative education? ഈ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ ഈ സാക്ഷരത ഒക്കെ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ, അഥവാ നമ്മുടെ ഈ സാധാരണ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൽ വരാൻ കഴിയാത്ത ആളുകൾ ആരൊക്കെ ഉണ്ട് അവർക്ക് കൊടുക്കുന്നതൊക്കെ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ ആണ്. Right? So alternative education is the education provided to some people who are not able to come to the formal educational institutions by using some non-traditional educational strategies or methodologies. For example, എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, alternative schools, then
literacy programs, adult education. Yeah. So, എന്താണ് ബദൽ വിദ്യാഭ്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമ്പ്രദായിക ഔപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്കും സാമ്പ്രദായിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ തങ്ങളുടെ സർഗാത്മകത വളർത്താൻ ഒന്നും ലഭിക്കുന്നില്ല എന്ന് കരുതുന്ന വിദ്യാർത്ഥികൾക്കും സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതികളിൽ നിന്നും വ്യത്യസ്തമായ രീതികളിലൂടെ വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയാണ് ഓൾട്ടർനേറ്റീവ് അഥവാ ബദൽ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, ഓൾട്ടർനേറ്റീവ് സ്കൂളുകൾ, ബദൽ വിദ്യാലയങ്ങൾ, വയോജന വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഉദാഹരണം ലഭിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും. 2 മാർക്ക് കിട്ടിയെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം 2 മാർക്ക് കിട്ടുമോ, 1.5 പോവോ, 1 പോവോ എന്ന സംശയം ഒഴിവാക്കാൻ വേണ്ടി അതിലാണ് 1 2 സെന്റൻസ് എഴുതാൻ പറയുന്നത്. പിന്നെ ഇത് 2 മാർക്ക് കിട്ടില്ലേ എന്ന് പേടിച്ച് എഴുതി എന്ത് ചെയ്യരുത്, ഒരു പേജ് എഴുതി അവസാന സമയം കളയരുത്. സെൽഫ് കൺട്രോൾ ഷുഡ് ബി there. Then state the importance of preamble of the Constitution of India. അപ്പൊ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊക്കെ കൂടി ഒരു നട്ഷലിലേക്ക് കൊണ്ടുവരണം. എന്താണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയേണ്ടത് എന്താണ്? The preamble of the Constitution of India is something comprehensive, which tells about the importance of ensuring socialism, secularism, democracy, social justice, dignity of individual, and so, which are considered as the major pillars of a social system. അങ്ങനെ പറഞ്ഞാൽ അല്ലെ, ഒരു സമൂഹത്തിന്റെ, ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ പ്രധാനപ്പെട്ട ആണിക്കല്ലുകളായി കരുതപ്പെടുന്ന സാമൂഹിക നീതി, ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയവയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് നിഷ്കർഷിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്. റൈറ്റ്? അതിൽ മാത്രം മതി. റൈറ്റ് എ നോട്ട് ഓൺ നെയ്ത്താളി. യു നോ നെയ്ത്താളി. Work and education, or education and work are not separate. This is what the scheme of education. ഇവിടെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. മഹാത്മാഗാന്ധി 1937 ഒരുപാട് ലേഖനങ്ങൾ എഴുതി. ആ ലേഖനങ്ങളിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അവസാനം പാരഗ്രാഫ് ആവും. അത്രയും പറയണ്ട. അത് അറിയുന്ന ആളാണല്ലോ ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്യണം? The Varda scheme of education, or the educational concepts of Mahatma Gandhi, is known as Neithalim. Neithalim means work and education are not separate. In his educational concepts, Mahatma Gandhi introduced craft-centered education, which tells about giving some work experiences during the educational process itself. അത്രയും പറഞ്ഞാൽ മതി. നിങ്ങളുടെ വാക്കിൽ നിങ്ങൾക്ക് എഴുതാം. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണ് നെയ്ത്താളിം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെയ്ത്താളിം എന്ന വാക്കിന്റെ അർത്ഥം വിദ്യാഭ്യാസവും തൊഴിലും വേർതിരിഞ്ഞു കിടക്കുന്നതല്ല. മഹാത്മാഗാന്ധി വിദ്യാഭ്യാസം നൽകുന്ന സമയത്ത് തന്നെ തൊഴിലും കൂടി പഠിപ്പിക്കണം എന്ന് പറയുന്ന
ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ മുന്നോട്ട് വെച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നെയ്ത്താളിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യെസ്, റൈറ്റ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ തന്നെ എടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഇതിന്റെ രീതി മാറ്റണം. അപ്പൊ ഞാനിവിടെ ചർച്ച ചെയ്യാത്ത ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ പോലും എക്സ്പ്ലെയിൻ, ഡിസ്ക്രൈബ്, ഡെപ്പിക്ട് എന്നൊക്കെ പണ്ടേക്കാർക്ക് 2 മാർക്കിന്റെ ചോദ്യം വരും. അപ്പൊ നിങ്ങൾ ചാടി കയറി ഡെപ്പിക്ട് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും നിൽക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാരഗ്രാഫിൽ എഴുതുന്ന സാധനം ചുരുക്കിയിട്ട് എന്ത് ചെയ്യണം, ഒറ്റ സെന്റൻസിലേക്കോ 2 സെന്റൻസിലേക്കോ കൊണ്ടുവരണം. അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റൈറ്റ് എ ഫ്യൂ വേർഡ്സ് ഓൺ കൾച്ചറൽ പ്ലൂറലിസം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 പോയിന്റാണ് ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടത്. ഒന്ന്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും. ആ പോയിന്റ് ഏത് രീതിയിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഏത് വാക്ക് ഉപയോഗിച്ചു പറഞ്ഞു. അതുപോലെ അവരുടെ സംസ്കാരത്തിന്റെ നല്ല വശങ്ങൾ ഭൂരിപക്ഷ വിഭാഗം സ്വീകരിക്കും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ 3 സമൂഹങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം, അവരെല്ലാവരും ഒരുപോലെയാണ് എന്ന് കരുതുക. അവിടെ ഒരു സൗഹാർദ്ദം ഉള്ളത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ചിലപ്പോ ഭൂരിപക്ഷ വിഭാഗം ആളുകൾ തങ്ങളുടെ താഴെ ജീവിക്കുന്ന മൈനോറിറ്റിയെ പേടിപ്പിച്ചിട്ട് അവിടെ എല്ലാവരും ഒന്നിച്ചിങ്ങനെ ജീവിക്കുന്നുണ്ട്. പക്ഷെ മൈനോറിറ്റിയുടെ ഉള്ളിൽ ഭയമുണ്ട്. അങ്ങനെ നമുക്ക് കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇവിടെ പറയേണ്ട 2 പോയിന്റ് ഇതാണ്. കൾച്ചറൽ പ്ലൂറലിസം ഈസ് ദ സ്റ്റേറ്റ് ഓഫ് സൊസൈറ്റി വേർ ദ മൈനോറിറ്റീസ് ഓഫ് ദാറ്റ് സൊസൈറ്റി എൻജോയ് their right to follow their own beliefs and customs, and the majority groups accept some elements of their culture. For example, in India you can see Hindus never interfere, maybe some incidents during recent days, but in general Hindus, the majority groups never interfere in the religious rights of other minorities. At the same time, Hindus have accepted many things from minorities. You can just write India is an example. അധികം വിശദീകരിക്കാൻ നിൽക്കരുത്. ഒരു സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആസ്വദിക്കുകയും ഭൂരിപക്ഷ വിഭാഗം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ചില സാംസ്കാരിക വശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരമൊരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ അത്തരമൊരു സാമൂഹികാവസ്ഥയെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. പ്രതിഭാസം എന്ന് പറയാം, സാമൂഹികാവസ്ഥ എന്ന് പറയാം, സാമൂഹിക ചുറ്റുപാട് എന്ന് പറയാം. അത്തരമൊരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ അത്തരമൊരു സാമൂഹിക അവസ്ഥയെ, അത്തരമൊരു സാമൂഹിക അന്തരീക്ഷത്തെ, അത്തരമൊരു സാമൂഹിക ചുറ്റുപാടിനെ, അത്തരമൊരു സാമൂഹിക വ്യവസ്ഥയെ, അത്തരമൊരു സാമൂഹിക രീതിയെ കൾച്ചറൽ പ്ലൂറലിസം എന്ന് വിളിക്കുന്നു. അത് നിങ്ങൾ നല്ല നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കണം. അത് ഞാൻ പറഞ്ഞ വാക്കൊന്നും ഉപയോഗിക്കണം, ഈ ആശയം അവിടെ വരണം എന്ന് മാത്രം. യെസ്, ഇതാണ് കൾച്ചറൽ പ്ലൂറലിസം. 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ലിസ്റ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് SSA. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെ മാത്രം പറഞ്ഞു പോകരുത്. അത് SSAയുടെ ലക്ഷ്യം അതായിരുന്നു അല്ലെ? പല വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ലക്ഷ്യം തന്നെയായിരുന്നു. പക്ഷെ SSAക്ക് ചില പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ? 2001 ഇത് വരുന്നത്. 2005 ആകുമ്പോഴേക്കും എല്ലാവർക്കും പ്രൈമറി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. 2008 ആകുമ്പോഴേക്കും എല്ലാവർക്കും എലമെന്ററി വിദ്യാഭ്യാസം അല്ലെ, 8ാം ക്ലാസ്സുകളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. 2010 ആകുമ്പോഴേക്കും മുഴുവൻ ആൾക്കാരും പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ്, അങ്ങനെ കുറെ എയിംസ് നിങ്ങൾക്കറിയാം. അതാണ് അവിടെ എഴുതേണ്ടത്. അതിന്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത്, ടു ഗിവ് സം സ്പെഷ്യൽ കൺസിഡറേഷൻ ടു the children from backward communities who live in educationally backward blocks. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന പിന്നോക്ക വിഭാഗക്കാരിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. പിന്നെ അതിൽ നിങ്ങൾക്കറിയാം,
കൂടുതൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കുക, കൂടുതൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കാനുള്ള ഫണ്ട് നൽകുക, അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ് റൂമുകൾ നിർമ്മിക്കാനുള്ള ഫണ്ട് നൽകുക, അതുപോലെ കുട്ടികളുടെ കോകരിക്കുലർ ആക്ടിവിറ്റീസ്, കുട്ടികളുടെ മറ്റ് അക്കാദമികേതര പരിപാടികൾ നടത്താനുള്ള സൗകര്യങ്ങൾ, സ്റ്റേജ് നിർമ്മിക്കുക, അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക, അതൊക്കെ SSAയുടെ ലക്ഷ്യമാണ്. അപ്പൊ അതിലൊരു 4 ലക്ഷ്യം, 2 മാർക്ക് ആയതുകൊണ്ട് ഒരു പോയിന്റിന് 1/2 മാർക്ക് എന്ന രീതിയിൽ ഒരു 4 ലക്ഷ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഒരു 5 or 6 എഴുതിക്കും. ഒരു 10, 12 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യരുത്, സമയം കളയരുത്. 12 എഴുതിയാലും 2 മാർക്കേ കിട്ടൂ, 4 or 5 എഴുതിയാലും എന്ത് കിട്ടും, 2 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് 2 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഐ തിങ്ക് യു ഹാവ് ഗോട്ട് എ പോയിന്റ്. Yes, sir. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറയുന്ന ഉത്തരമല്ല നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഉത്തരം എഴുതുന്ന രീതിക്കാണ്. കാരണം എനിക്കിപ്പം എല്ലാ ചോദ്യങ്ങളും ചിലപ്പോൾ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷെ ഏത് ചോദ്യം വന്നാലും 2 മാർക്കിന് ഈ ഒരു ഫോർമാറ്റാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇപ്പോ പോയിന്റ് എഴുതാനാണ് പറഞ്ഞെങ്കിൽ 4 പോയിന്റ് എഴുതുക. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ് ലിസ്റ്റ് ദ 4 പുരുഷാർത്ഥാസ് ഓഫ് വേദിക് ഏജ്. അവിടെ നിങ്ങൾ ഫോളോയിങ് ആർ ദ 4 പുരുഷാർത്ഥാസ് ഓഫ് വേദിക് ഏജ്. അത് ഈ ഫോളോയിങ് ആർ എന്ന് അതെന്തിനാണ് അറിയോ, നമ്മളിപ്പം ഈ ചില ഉത്തരം നോക്കുന്നവർ വ്യത്യസ്ത രീതിയിലുള്ളവരായിരിക്കും. ഇപ്പൊ നിങ്ങൾ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ എന്ന് എഴുതി. അപ്പൊ അവർക്ക് ഇതൊരു കംപ്ലീറ്റ്നെസ് ഇല്ലാത്തത് പോലെ തോന്നുമ്പോൾ ചിലപ്പോൾ 1.5 മാർക്കാകും. അത് ഒഴിവാക്കാനാണ് നിങ്ങൾ ഒരു ഇൻട്രഡക്ടറി സെന്റൻസ്, ഒരു പോയിന്റ് എഴുതുന്ന ഉത്തരമാണെങ്കിലും ഒരു ഇൻട്രഡക്ടറി സെന്റൻസ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ സെന്റൻസ്, 2ൽ 1 കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾ മേലെ എഴുതുക, താഴെ പറയുന്നവയാണ് വേദകാലത്തെ പുരുഷാർത്ഥങ്ങൾ. വേദകാലത്ത് വ്യത്യസ്ത ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, അവ പുരുഷാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നു, അതാണ് താഴെയുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ ഇവയാണ് വേദകാലത്ത് നിലനിന്നിരുന്ന പുരുഷാർത്ഥങ്ങൾ എന്നൊരു സെന്റൻസ്, അതിനൊരു കംപ്ലീറ്റ്നെസ് കിട്ടാൻ വേണ്ടി. കാരണം പേപ്പർ നോക്കുന്ന ആളുകൾ വ്യത്യസ്ത നേച്ചറിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള ആൾ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടണം. പേപ്പർ നോക്കുന്ന ആളുടെ നേച്ചറിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് കുറയരുത്, നിങ്ങൾക്ക് കാര്യം അറിയാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ ഉത്തരം എഴുതുന്ന രീതിക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഞാൻ പറയുന്ന ഉത്തരത്തിന് മാത്രമല്ല. നമ്മൾ പാരഗ്രാഫ് ചോദ്യത്തിലേക്ക് വരികയാണ്. റൈറ്റ് എ നോട്ട് ഓൺ ഇഷ്യൂ ബേസ്ഡ് പെഡഗോഗി. പാരഗ്രാഫാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ ബേസ്ഡ് പെഡഗോഗി എന്ന് പറഞ്ഞു പോയാൽ മാർക്ക് കിട്ടില്ല. അപ്പൊ അതിന്റെ ചുറ്റുഭാഗത്തേക്ക് എന്ത് ചെയ്യണം, നോക്കണം. അപ്പൊ നമ്മളത് പൗളോ ഫിയറിയുടെ ഒരു കാഴ്ചപ്പാടിലാണ് വരുന്നത് എന്ന് തുടങ്ങിയിട്ട് പിന്നെ ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ഇഷ്യൂ ബേസ്ഡ് പെഡഗോഗി ഈസ് എ ടീച്ചിങ് methodology or approach introduced by getting influenced by Paulo Freire's critical pedagogy. According to Paulo Freire, in the traditional formal classrooms, students are not getting any opportunity for expressing their views because they are considered as empty bank accounts. And this is called as culture of silence by Paulo Freire, and he told that such a culture of silence will make the students indifferent even in the future, and they will keep culture of silence even when they are seeing some injustice in the society. And he advocated that students should be considered as just as grown-up people because they also have got some ideas, feelings, concepts, and vision of life. So instead of teaching each and everything, we should present before them some contemporary issues. So this concept has been taken from educational systems all over the world, and nowadays we are following issue-based curriculum. And now we have selected 8 issues, and these 8 issues are presented before the students when teaching all the subjects in classrooms.
and they are made groups and they are requested to discuss the item in the group. Then after that, they are asked to present the item so and so and so. Yes, മനസ്സിലായല്ലേ? ആ രീതിയിലാണ്. അഥവാ നിങ്ങൾ അത് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് പാരഗ്രാഫിൽ മാർക്ക് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പൗലോ ഫിയറി കൊണ്ടുവന്നതാണ് ഇഷ്യൂ ബേസ്ഡ് പെഡഗോഗി എന്നൊന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയേണ്ടത്? ഇഷ്യൂ ബേസ്ഡ് പെഡഗോഗി എന്ന് പറയുന്നത് അഥവാ പ്രശ്നാധിഷ്ഠിത ബോധനശാസ്ത്രം എന്നത് ലോകപ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകനായ പൗലോ ഫ്രീയറിയുടെ ക്രിട്ടിക്കൽ പെഡഗോഗി അഥവാ വിമർശനാത്മക ബോധനശാസ്ത്രം എന്ന കാഴ്ചപ്പാടിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു പുതിയ ബോധന രീതിയാണ് കാഴ്ചപ്പാട്. പൗലോ ഫ്രീയറിയുടെ അഭിപ്രായത്തിൽ പരമ്പരാഗത വിദ്യാഭ്യാസ ക്ലാസ് റൂമുകളിൽ, സ്കൂൾ ക്ലാസ് റൂമുകളിൽ അധ്യാപകൻ പറയുന്നത് മാത്രം കേട്ടിരിക്കുന്ന ഒരു ആൾ എന്ന രീതിയിൽ ഒരു തരം നിശബ്ദതയുടെ സംസ്കാരമാണ് കുട്ടികൾ കാത്തു സൂക്ഷിക്കുന്നത്. ഇതിന് കാരണം അധ്യാപകർക്ക് എല്ലാം നിക്ഷേപിക്കാനുള്ള ഒരു ഒഴിഞ്ഞ ബാങ്ക് അക്കൗണ്ട് ആയിട്ടാണ് പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കുട്ടികളെ കാണുന്നത്. അവരുടെ അഭിപ്രായത്തിൽ കുട്ടികൾ മുതിർന്നവരെ പോലെ ചിന്തിക്കാൻ കഴിയുന്നവരോ കാര്യങ്ങളെ കാര്യകാരണ സഹിതം നോക്കിക്കാണാൻ കഴിയുന്നവരല്ല, അവർക്ക് അതിനുള്ള പക്വത എത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ പൗലോ ഫ്രീയറി പറയുന്നത് അവർക്ക് കാര്യകാരണ സഹിതം കാണാനുള്ള അവരുടേതായ രീതിയിലുള്ള ശേഷിയും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാലികമായ വിഷയങ്ങൾ അവരുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് അവകളെ കുറിച്ച് ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരം കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു ബോധനശാസ്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാട് ആധുനിക കാലഘട്ടത്തിൽ ലോകത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം എന്ന് പറയുന്ന പുതിയ ഒരു പാഠ്യപദ്ധതി രൂപപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 8 പ്രശ്നങ്ങൾ തിരഞ്ഞെടുക്കുകയും ഏത് സബ്ജക്ട് പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഈ പ്രശ്നങ്ങൾ കുട്ടികളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കരിക്കുലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം. കുട്ടികളുടെ മുമ്പിൽ പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് അവർ ഗ്രൂപ്പായി ഒരു കൂട്ടമായി ഇരുന്നു കൊണ്ട് ആ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ പ്രശ്നങ്ങളെ കുറിച്ച് അവരുടെ അഭിപ്രായം പറയുകയും അങ്ങനെ ആ ചർച്ചയ്ക്ക് ശേഷം ഓരോ ഗ്രൂപ്പിന്റെയും ലീഡേഴ്സ് മുന്നോട്ട് വന്ന് ആ പ്രശ്നം അവരുടേതായ രീതിയിൽ ആ പ്രശ്നത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ആ കാഴ്ചപ്പാടുകൾ മാറ്റം വേണമെങ്കിൽ മാറ്റം വരുത്തുകയും വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്നിച്ചു ചേർന്ന് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കരിക്കുലമാണ്. അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വിശദീകരിക്കേണ്ടത്. അവിടെ പിന്നെ നിങ്ങൾ അതിന്റെ വിഷയത്തിന്റെ പുറത്തേക്ക് പോയിട്ട് പോകരുത്. പിന്നെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റിൽ ഇഷ്യൂ ബേസ്ഡ് 8 ഇഷ്യൂസ് ഒക്കെ ഇപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒക്കെ ഇതിനെ വിമർശിക്കാൻ ഇതിനെതിരായിട്ട് പറയണമെന്ന് നിങ്ങൾക്ക് പറയാം. കാരണം ചിലപ്പോൾ ഇത് ഫലപ്രദമാകാറില്ല. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് കുട്ടികളോട് ഇംഗ്ലീഷിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാത്തത് കൊണ്ട് ചർച്ച പലപ്പോഴും ഒരു പ്രഹസനമായി മാറുമെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. ഒരു പേജ് 1.25 പേജൊക്കെ നിങ്ങൾ എഴുതിയാൽ, ഇനി നല്ല സ്പീഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു 1.5 പേജൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 5 മാർക്കും കിട്ടും. അപ്പൊ ഞാൻ സാധാരണ ചീഫായിട്ട് നിൽക്കുന്ന സമയത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ 5 കൊടുക്കാൻ പറയാറുണ്ട്. എന്തായാലും ഒരു പേജ് 1.25 പേജ് എഴുതി കഴിഞ്ഞാൽ 4.5 നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിന്റെ ഒരു കറക്റ്റ് നേച്ചറിൽ നിങ്ങൾ എന്ത് എഴുതണം എന്ന് മാത്രം. യെസ്. Then describe the concept of UEE, universalization of elementary education. So you can just start. Universalization of elementary education is a concept first put forth by Mahatma Gandhi. When he introduced his educational concepts, he told that all the children between 7 and 14 should be given free and compulsory education. After that, Sergeant Plan also recommended. Yes, Brindanda Jochallo.
Sir, a question ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? UEE, Universalization of Elementary Education. യെസ്, അഥവാ നമ്മൾ അതിന്റെ ഒരു സാർവത്രികമാക്കുക, എലമെന്ററി എഡ്യൂക്കേഷൻ സാർവത്രികമാക്കുക. നമ്മുടെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കാഴ്ചപ്പാടുണ്ടല്ലോ, അതാണ്. അപ്പൊ അത് നിങ്ങൾ ചില പുസ്തകങ്ങളിൽ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എൻറോൾമെന്റ്, യൂണിവേഴ്സലൈസേഷൻ ഓഫ് റിട്ടൻഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു 5 പോയിന്റ് കാണും. അത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അഥവാ ആദ്യം എല്ലാവരെയും സ്കൂളിലേക്ക് എത്തിക്കണം, അതാണ് എൻറോൾമെന്റ് എന്ന് പറയുന്നത്. എത്തിച്ചാൽ മാത്രം പോലെ, വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ ഇല്ലാതെ അവരവിടെ എന്ത് ചെയ്യണം, റിട്ടൻഷൻ അവിടെ തന്നെ നിലനിർത്തണം എന്നൊക്കെ പറയുന്ന ഒരു 5 പോയിന്റ് ഉണ്ട്. അത് ചില പുസ്തകങ്ങളിൽ നിങ്ങൾ കാണും, അത് എഴുതാം. അല്ലെങ്കിൽ ഈ രീതി നമ്മൾ പറയാൻ പോകുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഗിവിംഗ് എലമെന്ററി എഡ്യൂക്കേഷൻ ടു ഓൾ ദ ചിൽഡ്രൻ. And it had been first put forth by Mahatma Gandhi in his educational concepts. He told that all the children between 7 and 14 should be given free and compulsory education. Later, Surgeon Plan recommended this one, and that Surgeon Committee recommended that all the children between 6 and 14 should be given free and compulsory education, elementary education. Then when the Constitution, Indian Constitution was prepared, this concept was made as a part of directive principle, yes, and as a part of directive principle. And Article 45, I think Article 45A, it told that all the children between, a government should take some necessary actions for providing elementary education to all the children between 6 and 14. And later, through an amendment, this was made a fundamental right. And now the fundamental right is 21A. Yeah, 21A. The Article 21A tells that to provide free and compulsory education, elementary education for the children between 6 and 14 is a fundamental right. And different governments in India have introduced different programs, different schemes for ensuring this free and compulsory elementary education. For example, different commissions told this one. Then SSA, Sarva Shiksha Abhiyan, then was Sarva Shiksha Abhiyan means education for all. Different commissions also told about this one. And SSA was a scheme for ensuring that universal elementary education. Then the law of 2009-10 is also for this universalization of elementary education. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടാണ്. യൂണിവേഴ്സലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാർവത്രികമാക്കുക എലമെന്ററി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക. ചിലപ്പോൾ UEE എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ചോദ്യം വരാം. അപ്പൊ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട് ആദ്യമായി ഇന്ത്യയിൽ മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ചിന്തകൾ പറയുന്നിടത്ത് 7 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകണം എന്ന ഒരു അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. പിന്നീട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ അവസാനത്തെ കമ്മീഷനായ സാർജന്റ് പ്ലാൻ ഈ ഒരു കാര്യം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന ഒരു നിർദ്ദേശം വെക്കുകയുണ്ടായി. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പികൾ ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പളായി, ഗവൺമെന്റുകൾക്ക് ഒരു നിർദ്ദേശമായി 10 വർഷത്തിനുള്ളിൽ എന്നൊരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 45 നിങ്ങൾക്ക് കാണാം. ഭരണഘടന നിലവിൽ വന്ന് 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലുള്ള 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നൊരു ഒരു കാര്യം നിർദ്ദേശക തത്വമായിട്ട്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിളായിട്ട് മുന്നോട്ട് വെച്ചു. നിർദ്ദേശക തത്വമാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിർദ്ദേശക തത്വമാകുമ്പോൾ ഒരിക്കലും അത്
നടപ്പിൽ വരുത്തിയിട്ടില്ലെങ്കിൽ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് ഈ അന്തർദേശീയ തലത്തിൽ നമ്മൾ പഠിച്ചല്ലോ, UNCRC ഒക്കെ പഠിച്ചല്ലോ, യുണൈറ്റഡ് നാഷൻസ് കൺവെൻഷൻ ഫോർ റൈറ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ എന്ന് പറയുന്ന അതൊക്കെ വന്നപ്പോ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരു അമെൻമെന്റ്, ഒരു ഭരണഘടനാ ഭേദഗതി വരികയും അങ്ങനെ ആ ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഈ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറി. ഇപ്പോൾ അത് ആർട്ടിക്കിൾ 21A എന്ന ആർട്ടിക്കിൾ 21ന്റെ A അനുച്ഛേദത്തിൽ വന്നു. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകിയിട്ട് പിന്നീട് മൗലികാവകാശമാക്കി മാറ്റി. മാത്രമല്ല, ഇന്ത്യയിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ഗവൺമെന്റുകൾ ഈ സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല പദ്ധതികളും നമുക്കറിയാം. ഇപ്പൊ മിഡ് ഡേ മീൽ പ്രോഗ്രാം, പിന്നെ കുട്ടികൾ അവർക്ക് ന്യൂട്രീഷ്യസ് ഫുഡ്, പോഷക സമ്പുഷ്ടമായ ആഹാരം കിട്ടാത്തത് കൊണ്ട് കൊഴിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് അവരെ സ്കൂളിൽ തന്നെ നിലനിർത്തി സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെങ്കിൽ അവർക്ക് പോഷക സമ്പുഷ്ടമായ ആഹാരം കൊടുക്കണം എന്ന കാഴ്ചപ്പാടിൽ നിന്നും മിഡ് ഡേ മീൽ പ്രോഗ്രാം വന്നു. അതുപോലെ പല രീതിയിലുള്ള പദ്ധതികൾ, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ലേഡി ടീച്ചേഴ്സ്, സ്ത്രീ അധ്യാപകരില്ലാത്തത്, വനിതാ അധ്യാപകരില്ലാത്തത് കൊണ്ടാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാത്തത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണമെങ്കിൽ ഇത്തരം സൗകര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വന്നു. സർവശിക്ഷ അഭിയാൻ വന്നു. അതുപോലെ തന്നെ 2009-10 ദേശീയ വിദ്യാഭ്യാസ നിയമം. ഇതൊക്കെ എന്തിനു വേണ്ടി വന്നതാണ്? ഈ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി വന്നതാണ്. അപ്പൊ ആ പോയിന്റുകളൊക്കെ വെച്ചിട്ട് ഒരു പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. പിന്നെ ചില പുസ്തകങ്ങൾ നിങ്ങൾ കാണും, ഇതിന്റെ ഭാഗമായിട്ട് 5 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എൻറോൾമെന്റ്. ആദ്യം എന്ത് ചെയ്യാം, പരമാവധി കുട്ടികളെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യിപ്പിക്കുക. യൂണിവേഴ്സലൈസേഷൻ ഓഫ് റിട്ടൻഷൻ, അവരവിടെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന ഒരു 3 പോയിന്റുകൾ കൂടിയുണ്ട്. അത് ചില പുസ്തകങ്ങളിലുണ്ട്, വേണമെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് പിന്നീട് അയച്ചു തരാം. അതും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയിന്റ് ആയിട്ട് ചേർക്കാം. അല്ലെങ്കിൽ യു ഹാവ് ഗോട്ട് ഐഡിയസ്. ഇനി 13ാമത്തെ ചോദ്യം ഒരു വിചിത്രമായ ചോദ്യമാണ്. വാട്ട് ആർ ദ മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് കോത്താരി കമ്മീഷൻ ഫോർ പ്രൊമോട്ടിംഗ് വുമൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? അപ്പോ സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കോത്താരി കമ്മീഷൻ എന്തൊക്കെ മുന്നോട്ട് വെച്ചു? അങ്ങനെ പ്രത്യേകമായിട്ട് ചില പദ്ധതികൾ കോത്താരി കമ്മീഷൻ പ്രഖ്യാപിച്ചതായിട്ട് അധികം കണ്ടിട്ടില്ല. കോത്താരി കമ്മീഷൻ എല്ലാ കമ്മീഷനും പറയുന്നത് പോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവിടെ അത് പാരഗ്രാഫ് എഴുതുമ്പോൾ അങ്ങനെ എഴുതിയാൽ പോരല്ലോ. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 1986 ദേശീയ വിദ്യാഭ്യാസ നയം, ഇത് കോത്താരി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വന്നതാണ്. നിങ്ങൾ അതിന്റെ ഒരു നാൾ വഴി പഠിക്കണം. 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നത്. എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചുള്ള റെക്കമെൻഡേഷൻ കൊടുത്തു. 1952 നമ്മുടെ മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി തല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. പിന്നീട് 1964 കോത്താരി കമ്മീഷനെ വെച്ചു. അങ്ങനെ കോത്താരി കമ്മീഷൻ വിപുലമായ ഒരു റെക്കമെൻഡേഷൻസ് ഉള്ള ഒരു വിപുലമായ ഒരു റിപ്പോർട്ട് 1966 അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന് കൊടുക്കുകയും 1968 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഒരു വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു. ഇതൊക്കെ നിങ്ങൾ ഇവിടെ പറയണ്ട, ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയാണ്. ആ വിദ്യാഭ്യാസ നയം അത്രയും ഫലപ്രദമല്ല എന്ന കാരണത്താൽ 1986 രാജീവ് ഗാന്ധി ഗവൺമെന്റ് പ്രഖ്യാപിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി എന്ന് പറയുന്ന, ന്യൂ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സമഗ്രമായ വിദ്യാഭ്യാസ നയത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പ്രോഗ്രാം തുടങ്ങണം എന്ന് പറയുന്നുണ്ട്. അതാണ് മഹിളാ സമഖ്യ എന്ന് പറയുന്നത്, അല്ലെ? മഹിളാ സമഖ്യ പ്രോഗ്രാം നിങ്ങളത് പഠിച്ചിട്ടില്ലേ? അത് ടീച്ചറാണ് ക്ലാസ് എടുത്തത്, ജീവൻ ടീച്ചർ. അപ്പൊ അത് പറഞ്ഞില്ല, മഹിളാ സമഖ്യ പറഞ്ഞിരുന്നു? യെസ്, ഐ വാണ്ട് ടു ഗെറ്റ് സം റെസ്പോൺസ്. മഹിളാ സമഖ്യ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു ക്ലാസ്സിൽ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് അയച്ചെന്ന പിന്നെ ഈ എഡ്യൂക്കേഷൻ ഓഫ് ദ മാർജിനലൈസ്ഡിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നിടത്ത് മഹിളാ സമഖ്യ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത്
എന്തായാലും ഈ കോത്താരി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വിദ്യാഭ്യാസ നയം വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ത്യയിലെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വാസ് എ കോംപ്രിഹെൻസീവ് ആൻഡ് important report, educational report after independence in India. It gave so many recommendations on different aspects of education, and it gave an important recommendation on the special measures to be taken for giving education for women, and it also recommended some programs for women, and one of such programs was Mahila Samakya program. Then you can write the aims of Mahila Samakya program. I have given you the slides. അപ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു കോത്താരി കമ്മീഷൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1966 സമർപ്പിച്ച ദേശീയ കമ്മീഷൻ റിപ്പോർട്ട് വളരെ സമഗ്രവും സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ പ്രാപ്തവുമായ ഒരു റിപ്പോർട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം നിർദ്ദേശങ്ങളായിട്ട് ആ കമ്മിറ്റി നിർദ്ദേശങ്ങളായിട്ട് മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കണം എന്ന നിർദ്ദേശം. ഈ നിർദ്ദേശത്തിന്റെ ഭാഗമായി 1968 ഇന്ദിരാഗാന്ധി ഗവൺമെന്റും 1984 രാജീവ് ഗാന്ധി ഗവൺമെന്റും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുവാനും സ്ത്രീകളുടെ ശാക്തീകരണത്തിനും വേണ്ടി പ്രത്യേകമായ പല പദ്ധതികളും പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു മഹിളാ സമക്യ പ്രോഗ്രാം. മഹിളാ സമക്യ പ്രോഗ്രാമിലൂടെ സ്ത്രീകൾക്ക് ഒത്തുചേരാനും സ്ത്രീകളെ ഭരണരംഗത്തേക്ക് കൊണ്ടുവരാനും സ്ത്രീകളെ വിദ്യാഭ്യാസ ഭരണരംഗത്തേക്ക് കൊണ്ടുവരുവാനും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അവരെ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുവാൻ വേണ്ടി അവർക്ക് പ്രചോദനം നൽകുന്നതിന് വേണ്ടിയും ഒരുപാട് ലക്ഷ്യങ്ങൾ മഹിളാ സമക്യ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ചില ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് തന്ന ആ ഒരു പവർ പോയിന്റ് അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു പാരഗ്രാഫാക്കി മാറ്റാം. പിന്നെ പാരഗ്രാഫ് എഴുതുമ്പോൾ നിങ്ങൾ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പോയിന്റ് എഴുതാൻ കഴിയില്ല. ഇപ്പോ നമ്മൾ ചില ഉത്തരങ്ങൾ നോക്കുമ്പോൾ മൊത്തത്തിൽ പറയുന്നതാണ് 1966 കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ച റിപ്പോർട്ട് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പ്രത്യേകമായ വിദ്യാഭ്യാസം നൽകണമെന്ന് കോത്താരി കമ്മീഷൻ പറഞ്ഞു. ഇന്ത്യയിലെ സ്ത്രീകൾ അധസ്ഥിതരാണ് എന്നും അതുകൊണ്ട് തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്നും കോത്താരി കമ്മീഷൻ പറഞ്ഞു. ഇന്ത്യയിലെ സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നത് തന്നെ അവർക്കൊന്നും അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവരെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞു. ഇവിടെ ഒറ്റൊരു പോയിന്റ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത്? സ്ത്രീകൾക്ക് പ്രത്യേകമായ വിദ്യാഭ്യാസം നൽകണം എന്ന പോയിന്റ് പല രീതിയിൽ പറയാം. അവിടെ അല്ല, നിങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകാം. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് നിർദ്ദേശം തന്നു എന്നാണ്. അപ്പൊ ആ നിർദ്ദേശം എന്താണ് എന്നും ആ നിർദ്ദേശത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായി ആയിരുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ പറയേണ്ടത്. റൈറ്റ്. Then discuss the objectives of colonial education in India. Colonial education എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ. Discuss the objectives of colonial education in India. എന്തൊക്കെയായിരുന്നു കൊളോണിയൽ എഡ്യൂക്കേഷൻ അഥവാ ഇന്ത്യയിലെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ്? അപ്പൊ അത് നിങ്ങൾ വ്യത്യസ്ത കമ്മീഷനുകളിലേക്ക് നോക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആക്ച്വലി ബ്രിട്ടീഷേഴ്സ് were not interested in giving education to Indians during the early stage. But when they captured power in India, they needed some workers, office workers for them. So they started giving education. അത്രമാത്രം പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ 1813 ഈ ചാർട്ടർ പ്രഖ്യാപിച്ചു, 1817 ആ ചാർട്ടർ പ്രഖ്യാപിച്ചു. അതൊന്നും പിന്നെ അവിടെ പറയണം, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇപ്പൊ ബ്രിട്ടീഷ് എഡ്യൂക്കേഷന്റെ ഇമ്പാക്ട് ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ബ്രിട്ടീഷ് എഡ്യൂക്കേഷന്റെ ഇമ്പാക്ട്. അവിടെ പിന്നെ നിങ്ങൾ കോത്താരി പിന്നെ
മെക്കാളെ എങ്ങനെ പറഞ്ഞു, അതുപോലെ തന്നെ ചാൾസ് വുഡ് അങ്ങനെ പറഞ്ഞു, ഒന്നും പറയണ്ട. അവിടെ നിങ്ങൾ പ്രധാനമായിട്ടും അവരുടെ വിദ്യാഭ്യാസം വന്നതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, അവരുടെ വിദ്യാഭ്യാസം വന്നതുകൊണ്ട് എന്തൊക്കെ കോട്ടങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ മെക്കാളെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നേരെ മറിച്ച് ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ കമ്മീഷനുകളെ കുറിച്ച് ഒരു എസ്സെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്മീഷനുകളൊക്കെയാണ് ഇന്ത്യയിൽ വന്നിരുന്നത്. ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ റിപ്പോർട്ടുകളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ മെക്കാളെ മിനിറ്റ് വന്നു, ചാൾസ് വുഡിന്റെ ഡിസ്പാച്ച് വന്നു, അങ്ങനെ പറയാം. അപ്പൊ ചോദ്യത്തിനനുസരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരം എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യം പറയുന്ന അവർ വന്നപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറായില്ല. ലേറ്റർ ദേ സ്റ്റാർട്ടഡ് giving education to Indians because they needed some workers. The major objectives of the colonial education were, പിന്നെ നിങ്ങൾ ഓരോ റിപ്പോർട്ടിലെ ചില പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ്. ഫസ്റ്റ് വൺ, സ്പ്രെഡിങ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, or to spread English education in India. എന്നിട്ട് അതിന് കുറച്ചൊരു പാരഗ്രാഫ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്നോ രണ്ടോ വിശദീകരണം കൊടുക്കുക. They wanted to spread English language in India because all their official works were handled in English language. They needed some people who are able to handle English language. And the second one, empowerment of women. The Europeans believed that women also should be a part of the social development. So they wanted to empower the women in India, and they started giving separate education to women. Later they started co-education. Then അങ്ങനെ ഓരോ ലക്ഷ്യങ്ങൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യങ്ങളുണ്ടല്ലോ, ഡിവൈഡ് ആൻഡ് റൂൾ. Another aim of education was divide and rule. They wanted to make their power remain in India forever. So they started giving education to the upper caste people and they neglected the lower caste people. Then to spread European culture in India. അപ്പോൾ അവിടെ നിങ്ങൾക്ക് യൂറോപ്യൻ കൾച്ചർ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് മെക്കാളെ പറഞ്ഞ എന്റെ ഉദ്ദേശം ഇതാണ് എന്ന് വന്ന ആ വാക്കൊക്കെ പറയാം. Okay, to spread English education, to spread modern education in India, to empower women community, to spread European culture in India, to divide, to facilitate divide and rule. Okay, അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ. അവിടെ നിങ്ങൾ പിന്നെ അവരുടെ ഉദ്ദേശം എന്താണെന്നാണ് ചോദിക്കുന്നത്. അവരെന്തൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കും. മലയാളത്തിൽ എഴുതാണെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ 1600-കളിൽ തന്നെ എത്തിയിരുന്നുവെങ്കിലും ആദ്യം അവർ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് അവർക്ക് ഭരണം കിട്ടിയപ്പോൾ അവരുടെ ഭരണം വളരെ സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് തൊഴിലാളികളെ ആവശ്യമായി വന്നു. അപ്പോൾ അവർ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങി. 1813-ലാണ് അത് ആരംഭിച്ചത്. ഇന്ത്യയിൽ അവർ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ചില ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കുക. കാരണം അവരുടെ ഭരണകാര്യങ്ങളൊക്കെ അന്ന് നടന്നിരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. അവരുടെ ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയങ്ങളും മറ്റൊക്കെ നടന്നിരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യമുള്ള ആളുകൾ അവർക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കലായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം. സ്ത്രീകളുടെ ആ ഒരു നിലവാരം ഉയർത്തുക, സാമൂഹിക പദവി ഉയർത്തുക. യൂറോപ്യന്മാർ സ്ത്രീകൾക്കും പുരുഷന്മാരുടെ കൂടെ തോളോട് ചേർന്ന് നിൽക്കാനുള്ള അവകാശം കൊടുക്കണമെന്ന ഒരു വിശ്വാസം ആ കാലത്ത് അവരുടെ യൂറോപ്പിൽ പ്രചാരത്തിൽ വന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു രീതി ഇന്ത്യയിലും കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. യൂറോപ്യൻ സംസ്കാരം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുക. അവരുടെ വിശ്വാസപ്രകാരം യൂറോപ്യൻ സംസ്കാരവും സാഹിത്യവുമായിരുന്നു ഏറ്റവും മികച്ചത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ സാഹിത്യവും സംസ്കാരവും ഒക്കെ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുക വഴി ഇന്ത്യയിൽ ഒരു നവോത്ഥാനം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതും അവരുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിരുന്നു. മറ്റൊന്ന്, ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക എന്നൊരു ഗൂഢതന്ത്രം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ഉന്നത തലത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും താഴേക്കിടയിലുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്നതിലൂടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒരു തന്ത്രം പ്രാവർത്തികമാക്കുക എന്നതും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. ഇത് ഞാൻ വളരെ പ്രത്യേകമായി പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്. ഏത് ചോദ്യം വന്നാലും നിങ്ങൾ കമ്മീഷനിലേക്ക് തിരിച്ചു പോകരുത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ ഡെവലപ്മെന്റിനെ കുറിച്ച്
ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ആദ്യം വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങിയിരുന്നില്ല. പക്ഷേ പിൽക്കാലത്ത് അവർ വിദ്യാഭ്യാസം വികസിപ്പിക്കാൻ ആരംഭിച്ചു. അതിനുവേണ്ടി അവർ ഒരുപാട് കമ്മീഷനുകളെ നിയമിച്ചു. ആ ഓരോ കമ്മീഷനുകളും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പാരഗ്രാഫാണ്, അതിങ്ങനെ 3-4 സെന്റൻസ് ആയിട്ട് പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് ഡെവലപ്മെന്റുകൾ ഉണ്ടായി എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇത്തരം ചോദ്യങ്ങളെ നിങ്ങൾ സമീപിക്കേണ്ടത്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഇതൊക്കെ നിങ്ങളുടെ കോമൺ സെൻസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ വായിച്ച സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. യെസ്, ഇത് ഒറ്റയടിക്ക് എഴുതേണ്ട സാധനം. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം, റൈറ്റ് എ പാരഗ്രാഫ് ഓൺ എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതം പോലെയാണ്, അതൊരു മൗലികാവകാശമാണ്, അത് എല്ലാവർക്കും നൽകേണ്ടതാണ്. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നല്ല ജീവിതം ലഭിക്കില്ല, അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണം, അത് മൗലികാവകാശമാണ്. വിദ്യാഭ്യാസം മൗലികാവകാശം അല്ലെങ്കിൽ പിന്നെന്താണ് മൗലികാവകാശം? വിദ്യാഭ്യാസം ഇല്ലാതെ ജീവിക്കുന്നത് മരിക്കുന്നതിന് തുല്യമല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിന്റെ ആ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കരുത്. വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാണ് എന്നതിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യയിൽ അത് മൗലികാവകാശമായി മാറി എന്നതിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ് എഴുതേണ്ടത്. റൈറ്റ്? So you can just write in Indian Constitution, education has become a fundamental right. It was not a fundamental right at the beginning. When Britishers left India, most of the people were not educated. And seeing this, Mahatma Gandhi thought that only by giving education to all, development will be there. And he told about universalization of education. Later, when India got independence, the creators of Constitution included this as a directive principle. And they told within 10 years, Indian government should ensure that all the children between 6 and 14 should be ensured that they have got education. But this aim was not realized for decades. So, with an amendment, this education, elementary education, was later made a fundamental right. A subclause called A was added to 21, Article 21, and a new article called 21A was formed. According to this article, now education is a fundamental right in India. That is, all the children between 6 and 14 should be given free and compulsory education. As it is a fundamental right now, if the government is not providing or not taking measures for providing education for all the children in our country, anyone can approach court. ഇങ്ങനെയൊക്കെ പണ്ടാണ് എഴുതുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാണ്, എന്നാൽ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കേണ്ട തന്ത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾക്കും വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രമേ രാജ്യത്തിന്റെ വികസനത്തിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകൂ എന്നൊരു അഭിപ്രായം ഉണ്ടാവുകയും അങ്ങനെ മഹാത്മാഗാന്ധി 7 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊരു ആശയം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഗവൺമെന്റുകൾക്കുള്ള ഒരു നിർദ്ദേശക തത്വമായി ആർട്ടിക്കിൾ 45 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും ഭരണഘടന നിലവിൽ വന്ന് 10 വർഷത്തിനുള്ളിൽ വിദ്യാഭ്യാസം നൽകാൻ ഗവൺമെന്റ് ശ്രമിക്കണം എന്ന ഒരു നിർദ്ദേശം വന്നു. എന്നാൽ ഈ നിർദ്ദേശം വന്നതിന് ശേഷവും, ഈ ആർട്ടിക്കിൾ നിലവിൽ വന്നതിന് ശേഷവും
പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇത്തരമൊരു കാര്യം നടപ്പിൽ വരുത്താൻ സാധിക്കാത്തത് കൊണ്ട് പിന്നീട് പാർലമെന്റിൽ ഉണ്ടായ ഒരു ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറി. ആർട്ടിക്കിൾ 21 കൂടെ എ എന്ന് പറയുന്ന ഒരു അനുച്ഛേദം കൂട്ടിച്ചേർക്കുകയും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് മൗലികാവകാശമായി മാറുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഈ രീതിയിൽ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ട നടപടിക്രമങ്ങൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനെതിരെ കോടതിയിൽ പോകാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലാണ് നിങ്ങൾ അതിനെ എന്ത് ചെയ്യേണ്ടത്, സമീപിക്കേണ്ടത്. റൈറ്റ്. And what are the 4 pillars of education? Explain. Here also you should give some explanation for each point. So you can just write UNESCO, United Nations Educational, Scientific and Cultural Organization has declared 4 pillars of education. And they are learning to know, learning to do, learning to be, learning to live together. അപ്പൊ നിങ്ങളിത് ഓരോ സബ് ഹെഡിങ് ആയിട്ട് എഴുതണം എന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളിൽ ചിലരോട് പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാണ്. നിങ്ങളിൽ ചിലര് അത്ഭുതകരമായ രീതിയിൽ സ്വന്തം ഭാഷ ഉപയോഗിച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് പാരഗ്രാഫും എസ്സേയും എഴുതുന്നവരുണ്ട്. ചില ഉത്തരങ്ങളെ കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ യൂണിവേഴ്സിറ്റി എക്സാമിന് പേപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പർ നോക്കുന്നവർ വ്യത്യസ്ത തലത്തിലാണ്. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല, നിങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ഒരു പവർ പോയിന്റ് കൾച്ചർ വന്നതിന് ശേഷം പവർ പോയിന്റിൽ കാണുന്ന പോയിന്റുകൾ ഉണ്ടെങ്കിൽ പാരഗ്രാഫിന് മാർക്ക് കൊടുക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. പവർ പോയിന്റിൽ കാണുന്ന, ഇപ്പോ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്റെ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു പ്രാവശ്യം വേറൊരാൾ പേപ്പർ നോക്കിയൊരു പേപ്പർ ചീഫ് എന്ന രീതിയിൽ നോക്കുമ്പോൾ വളരെ സീനിയർ ആയ ഒരു ടീച്ചർ അതിലൂടെ പോയി. അപ്പൊ വാട്ട് ആർ ദ 4 pillars of education പാരഗ്രാഫ്. അപ്പൊ അതില് ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ബി, ലേണിംഗ് ടു ലിവ് ടുഗെദർ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ താഴെ എഴുതിയത് മുഴുവൻ എന്താണ്, തെറ്റാണ്. പക്ഷെ ആ പേപ്പർ ഒറ്റ നോട്ടത്തിൽ കണ്ടോ ഉടനെ തന്നെ ടീച്ചർ ഓർമ്മ, നല്ല പേപ്പറാണല്ലോ, ഇതിന് 5-ൽ 4 മാർക്ക് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയും ചിലപ്പോൾ നോക്കാം. അപ്പൊ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായി എഴുതുന്നവരാണെങ്കിലും നിങ്ങളുടെ നാച്ചുറൽ റൈറ്റിങ്ങിനെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോ ഈ 4 pillars of education ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയോ, യുനെസ്കോ ഹാസ് ഡിക്ലെയർഡ് 4 pillars of education. They are എന്ന് പറഞ്ഞിട്ട് 1 learning to know, learning to do, learning to be, learning to live together എന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ താഴെ എന്ത് ചെയ്യും, നിങ്ങൾ സാധാരണ എഴുതുന്നത് പോലെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി പോവുക. അപ്പൊ ആ പോയിന്റ് നോക്കിയിട്ടാണ് മാർക്ക് ഇടുന്ന ആള് ആണെങ്കിൽ പോലും ഈ പോയിന്റുകളൊക്കെ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മാർക്ക് ഇടും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ എന്താ പറയുക, പലരും ഉത്തരങ്ങൾ വായിക്കാൻ, ഞാൻ അടുത്ത ആക്ഷേപിക്കുന്നത് ചില സത്യങ്ങൾ, കുലില ഹക്ക വലൗക്കാന മുറ എന്ന് അറബിയിലുണ്ട്. സത്യം കൈപ്പേറിയതാണെങ്കിലും ചിലപ്പോൾ പറയേണ്ടി വരും. നിർഭാഗ്യവശാൽ എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്, പക്ഷെ വിദ്യാഭ്യാസ രംഗത്തോട് എനിക്ക് വല്ലാത്ത മടുപ്പ് വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു 10-15 വർഷത്തെ അനുഭവങ്ങൾ അങ്ങനെയാണ്. അതൊന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ശ്രദ്ധിക്കാന്നുള്ളത് ആർക്കും അത് മാറ്റാൻ കഴിയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ 4 pillars of education എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുനെസ്കോ ഹാസ് ഡിക്ലെയർഡ് 4 pillars of education. They are learning to know, learning to do, learning to be, learning to live together. The learning to know does not mean, so you just start. Learning to know does not mean teaching all the content. Nowadays, most of the teachers are teaching as much content as possible, and students are by hearting all the items. And this does not provide the self-study capacity to the learners. According to Bruner, teaching is not teaching the content, but teaching is teaching how to learn. And this concept was borrowed by UNESCO. And UNESCO tells that a teacher cannot teach all the theories or all the principles within the
limited time duration. So the teacher should concentrate on creating some basis or creating the capacity in students by which they can learn more items without getting the assistance of the teacher in future. So learning to know means providing the capacity for self-learning. അതൊരു 4-5 സെന്റൻസ് നിങ്ങൾ എഴുതി പോവാം ഈ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് അത് വായിക്കാതെ പോയിന്റ് മാത്രം നോക്കിയിട്ടാണ് മാർക്ക് ഇടുന്നവർ എങ്കിലാണ് ആദ്യം ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ആ 4 പോയിന്റ് അവിടെ എഴുതി വെച്ചാൽ അതിന്റെ താഴെ പിന്നെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാം. The learning to be means ആയിത്തീരുക എന്ന് പറഞ്ഞാൽ എന്താ? Learning to be means to become a meaningful part of different social institutions. The studies show that families are broken nowadays. Most of the families are shattered. Most of the families are broken. Family life has got some issues. This is because people are bothered about their professions and they are not bothered about their duties as different parts of different social institutions. They are bothered about their profession, so they do not do their duty as a husband or as a wife, as a son, as a daughter, as a mother, as a father, and so and so. So family life is not there. And because of this shattered families, children do not get love and they become antisocial. So when you give education, you should make the people able to take responsibilities as a member of different social institutions. The learning to do. So അതാണ് രണ്ടാമത് വരുന്നത് ഞാൻ മാറിപ്പോയതാണ്. Learning to do. Nowadays people learn everything, but this is not practiced in their life. People learn language, but they do not know how to communicate in that language. People know science, but they do not keep any scientific temper. People learn mathematics, but they do not know how to use this one in their life. People learn statistics, but they do not know how to use this statistics when they do research. So this pillar, learning to do, tells that whatever you teach, you should make the students capable of applying this in their day-to-day life situations when it is needed. Then learning to live together. ലോകം വ്യത്യസ്തമായ കൾച്ചറുകളുള്ള so sometimes you may get a job in a different country, then you should know how to adjust with others. There should be cultural pluralism. So you should be able to, after getting education, your students should be able to live with others who are coming from some other cultural backgrounds. ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. അഥവാ നമ്മൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോയിന്റ് എഴുതുക. നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ പോലും യുനെസ്കോ അന്തർദേശീയ സംഘടനയായ യുനെസ്കോ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസത്തിന്റെ 4 തൂണുകളാണ് അറിയാൻ വേണ്ടി പഠിക്കുക, അതുപോലെ തന്നെ പിന്നെ ചെയ്യാൻ പഠിക്കുക, പ്രവർത്തിക്കാൻ പഠിക്കുക, പ്രാവർത്തികമാക്കാൻ പഠിക്കുക, ആയിത്തീരാൻ പഠിക്കുക, അതുപോലെ തന്നെ ഒന്നിച്ച് ജീവിക്കാൻ പഠിക്കുക. അറിയാൻ വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിഷയം കൂടുതൽ പഠിക്കുക എന്നുള്ള അർത്ഥം. മറിച്ച് നമ്മൾ നിലവിൽ പഠിക്കുന്ന വിഷയങ്ങളുമായി സമാനമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അധ്യാപകരുടെ സഹായം കൂടാതെ തന്നെ പിന്നീട് നമുക്ക് സ്വയം പഠിക്കുവാനുള്ള കഴിവുണ്ടാക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് അധ്യാപകർ പരമാവധി വിഷയങ്ങൾ പഠിപ്പിക്കാണ്, തിയറികൾ പഠിപ്പിക്കാണ്. എന്നാൽ ഒരു കാലത്തും ഒരു അധ്യാപകന് എല്ലാ തിയറികളും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പഠിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ നിലവിൽ പഠിപ്പിക്കുന്ന തിയറി എങ്ങനെയാണ് അതുണ്ടായിട്ടുള്ളത്, അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ അതുപയോഗിച്ച് ഭാവിയിൽ സ്വന്തമായി മറ്റു തിയറികളും സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയിത്തീരാൻ വേണ്ടി ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതും ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്നതൊന്നും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല.
ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന ഒരാൾക്ക് നമുക്ക് വിദേശത്ത് പോയി കഴിഞ്ഞാൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്ന് പറയുന്നത് പോലെയാകുന്നു. കണക്ക് പഠിക്കുന്ന ഒരാൾക്ക് തന്റെ ജീവിതത്തിൽ ഗണിതം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന ഒരാൾക്ക് റിസർച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാൻ വേറെ ആളെ സമീപിക്കേണ്ടി വരുന്നു. അങ്ങനെ സംഭവിക്കരുത്. എന്താണോ പഠിക്കുന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പഠിപ്പിക്കേണ്ടത്. ആയിത്തീരാൻ വേണ്ടി പഠിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ തകർന്നത് കൊണ്ട് കുട്ടികൾക്ക് സ്നേഹം ലഭിക്കുന്നില്ല. കുട്ടികൾക്ക് സ്നേഹം ലഭിക്കാത്തത് കൊണ്ട് അവരെന്ത് ആയി മാറുന്നു? അവർ സാമൂഹിക വിരുദ്ധരായി മാറുന്നു. ചിലപ്പോൾ സ്കൂൾ ക്ലാസ് റൂമുകളിൽ മുന്നിലിരിക്കുന്ന കുട്ടി എഴുന്നേറ്റ് നിന്ന് പിറകോട്ട് വെടിവെക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് സ്നേഹം കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ഈ തൊഴിലിന് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആളുകൾ തങ്ങളുടെ വ്യത്യസ്ത സാമൂഹിക സ്ഥാപനങ്ങൾ തങ്ങൾക്കുള്ള ദൗത്യം നിർവഹിക്കുന്നില്ല. ഭർത്താവ് ഭർത്താവാകുന്നില്ല, അച്ഛൻ അച്ഛനാകുന്നില്ല, അമ്മ അമ്മയാകുന്നില്ല, മകള് മകളാകുന്നില്ല, മകൻ മകനാകുന്നില്ല. അപ്പൊ അതിന് പകരം വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ തൊഴിലിന് പ്രാധാന്യം കൊടുക്കുന്നതോടുകൂടി തന്നെ അവർക്ക് ഓരോരുത്തർക്കും തങ്ങൾ ജീവിക്കുന്ന സാമൂഹിക സ്ഥാപനങ്ങളിൽ തങ്ങൾക്ക് ചില ദൗത്യങ്ങളുണ്ട് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുക വഴി അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവരെ പ്രാപ്തമാക്കുക. അവസാനത്തത് ഒന്നിച്ച് ജീവിക്കാൻ പഠിക്കുക. നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് സംസ്കാരങ്ങൾ ഒത്തുചേർന്ന, ഒരുപാട് മതങ്ങൾ ഒത്തുചേർന്ന, ഒരുപാട് കാഴ്ചപ്പാടുകൾ ഒത്തുചേർന്ന ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകിയ സൗഹാർദ്ദത്തോടുകൂടി അവരുടെ സംസ്കാരത്തിൽ നിന്ന് ചിലതൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ സംസ്കാരത്തെ അധിക്ഷേപിക്കാതെ ജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇത് പറയുന്നത് എന്ന രീതിയിൽ നിങ്ങൾക്ക് ആ പാരഗ്രാഫ് എഴുതാം. 10:59 ഈ ചോദ്യപേപ്പറിലെ കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ ഒരു ഡിസ്കഷനിൽ നിന്നും മറ്റുള്ള ചോദ്യങ്ങളെ നിങ്ങൾ സമീപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 11 മണിയായി. ഇനി ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. താങ്ക് യു വെരി മച്ച്. യു ക്യാൻ ഗോ ടു യുവർ ഓപ്ഷണൽ ക്ലാസ് ആഫ്റ്റർ ദ ഇന്റർവെൽ. താങ്ക് യു വെരി മച്ച്. യെസ്.